ഫ്രണ്ട്സ്, ഇന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ എൻ്റെ തള്ള ഏത് നേരം സോഷ്യൽ മീഡിയയിലാണല്ലോ. അപ്പോൾ തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ, കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളത് ആരോ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന അച്ഛയാണോ എന്ന് വരെ തമാശയാണ് എന്നുള്ളൊരു പേരിൽ ചോദിക്കുന്നവരുണ്ടായിട്ടുണ്ട്. അതൊക്കെ അച്ചൂട്ടൻ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, ആരൊക്കെയാണ് അങ്ങനെ ചോദിച്ചേ പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ. അപ്പൊ അവരത് പറഞ്ഞു എന്നുള്ള കാര്യം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവരെ വിളിച്ച് ചോദിക്കാനോ പറയാനോ വയ്യായിട്ട്, അല്ലെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നോർത്ത് നമ്മൾ അങ്ങനെ ഒതുക്കി പോകുന്നതാണ് കേട്ടോ. ഇതിപ്പോ 1, 2, 3 പ്രാവശ്യം ഒന്നല്ല അല്ലെ, ഇങ്ങനെ ഓരോരുത്തർ വർത്താനങ്ങൾ പറയേണ്ടായത്. ഏറ്റെടുത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ആദ്യം ഇത്തിരി മുതിർന്ന കുട്ടിയല്ലേ, അതുകൊണ്ട് ആദ്യത്തെ ഇങ്ങനെ തമാശയായിട്ടൊക്കെ പറയുള്ളൂ. അമ്മ വേഗം ചെന്നോ, അമ്മ ചിലപ്പോൾ അവിടെ റീലെടുക്കുക, അതൊക്കെ പിന്നെ നമുക്ക് തമാശയായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ തമാശയായിട്ട് എടുക്കാൻ നമുക്കറിയാം, അതിനുള്ള സെൻസൊക്കെ നമുക്കുണ്ട്. പക്ഷെ അച്ചുകുട്ടി ചെറുതാണല്ലോ, അപ്പൊ ഒരു ആക്കിയ ടൈപ്പിൽ പറഞ്ഞാലും അവനത് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ അവനത് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമുക്ക് എന്തോ മാറിയാവുക കേട്ടോ. ഫസ്റ്റ് തവണ ഉണ്ടായിരുന്നു വെച്ചാൽ അച്ചൂട്ടൻ സ്കൂളില് ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകുന്നതെന്ന് ഞാനത് ഏതൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ, എൻ്റെ ഫ്രണ്ട് അല്ല, അച്ചൂട്ടൻ്റെ അത്ര വലിയ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ ആ കുട്ടിയുടെ അമ്മ വെച്ചത്രേ, നീ എന്താ തന്നെ വന്നിട്ടില്ലേ സ്കൂളിലേക്ക്, അമ്മയൊന്നും കൂട്ടിയിട്ട് വന്നില്ലേ, എന്താ നിന്റെ അമ്മയ്ക്ക് ഒഴിവില്ലേ എന്നുള്ള മാതിരി. അവനെന്താ വെച്ചാൽ നമ്മുടെ ചെർപ്പശ്ശേരി സ്കൂൾ പറഞ്ഞാല് നമ്മളെ വീടിൻ്റെ അടുത്ത് വളരെ കുറച്ച് ദൂരം, ഒരു 10-15 മിനിറ്റ് നമുക്ക് നടക്കാനേ ഉള്ളൂ. നമ്മളെ വീട്ടിലുള്ള മക്കളെല്ലാവരും സ്കൂളിൽ ഫസ്റ്റ് ഡേ തന്നെ പോകാറ് കേട്ടോ. 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ നമ്മൾ കൊണ്ടാക്കി കൊടുക്കും. ഫസ്റ്റ് ഡേ മാത്രമല്ല 2-3 ദിവസമൊക്കെ നമ്മൾ അവിടെ വരെ കൊണ്ടാക്കും, സ്കൂളിലൊക്കെ പോകേണ്ട ആ ഒരു രീതിയൊക്കെ പഠിക്കാനായിട്ട്. 6 നമുക്ക് ശീലമായി. നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികളുണ്ട്, പിന്നെ എന്തിനാ നമ്മൾ കൊണ്ടാക്കേണ്ട ആവശ്യം. അങ്ങനെ നമുക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്, ഏട്ടന് പണിയുള്ള ദിവസമായിരുന്നു, കാരണം കൊണ്ടൊക്കെ നമുക്ക് പോകാൻ പറ്റാത്തതാണ്. അപ്പൊ അന്ന് ഇങ്ങനെ ഒരു കുട്ടിയുടെ പാരന്റ് പറയണ്ടായി, നിന്റെ അമ്മയ്ക്ക് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യാൻ മാത്രമേ ഒഴിവുള്ളൂ, മക്കളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ ഒഴിവില്ലേ, അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിക്കണ്ടായി. അപ്പൊ അവനതെന്താ വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ കുഞ്ഞു കുട്ടികളല്ലേ, ഫസ്റ്റ് ഡേ സ്കൂളിൽ ഒന്ന് ആലോചിച്ചൊക്കെ അവരെന്തുമാത്രം സന്തോഷത്തിലാവും ഇരിക്കുന്നുണ്ടാവും അല്ലെ. പിന്നെ അച്ചുകുട്ടനൊക്കെ ആണെങ്കിൽ എപ്പോഴും കൂടെ ഞാൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവരുടെ ചില കുട്ടികളുടെ കൂടെ പാരന്റ് ഉണ്ടാവുക, വേറൊരു പാരന്റ് വന്നിട്ട് ഒരു കുട്ടിയോട് ചോദിക്കുക, 10-12 വയസ്സുള്ള കുട്ടിയോട്, നീ എന്താണ് ഒറ്റയ്ക്ക്, നിന്റെ കൂടെ ആരും ഇല്ലേ, നിന്റെ അമ്മയ്ക്ക് നിന്റെ കാര്യങ്ങൾ നോക്കാനും സ്കൂളിൽ വരാനൊന്നും ഒഴിവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ ആ ഒരു ദിവസം കുട്ടി ഹാപ്പി ആവുകയാണോ ചെയ്യുക, ആ കുട്ടിയുടെ ഉള്ളിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ വേദനിക്കുകയാണോ ചെയ്യുക? ഒന്ന് ആലോചിക്കുക. ഒരുപാട് പഠിക്കുകയും അറിവും വിജ്ഞാനം ഒന്നും ആവശ്യമില്ല, നമുക്ക് കുറച്ച് ചിന്തിക്കാനുള്ള ഒരു സെൻസ് മാത്രം ഉണ്ടായാൽ മതി അല്ലേ. ഞാൻ പക്ഷെ ആ പേരന്റിനോട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് എനിക്കൊരു ബന്ധമില്ല, എനിക്ക് അവർ അറിയ പോലും ഇല്ല, എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് ആഗ്രഹമല്ല. എന്നാലും വേറൊരു പാരന്റ് വഴി ഞാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി മേലാല് എൻ്റെ കുട്ടിയുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടൽ വേണമെങ്കിൽ എന്നെ കാണുമ്പോൾ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ സ്കൂളിൽ വരാൻ ഒഴിവില്ലേ, നിങ്ങൾക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ ഒഴിവില്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചോട്ടെ, ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുത്തോളാം. പക്ഷെ എൻ്റെ കുട്ടികളുടെ അടുത്ത് അമ്മാതിരി വർത്താനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേറൊരു സ്വഭാവം അവർ കാണും. ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് സംഭവം പിടുത്തം കിട്ടും ആരാണ് അത് എന്നിട്ടോ. അപ്പൊ അവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിപ്പോ ഇത് പറയുമ്പോഴത്തേക്കും ആൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ആളെ അടുത്ത് ഞാനത് എത്തേണ്ട വിധത്തിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാല് അച്ചൂട്ടൻ കടയിലൊക്കെ കയറിയിട്ട് മിഠായി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കയറുമല്ലോ. അങ്ങനെ കയറുമ്പോഴത്തേക്കും നമ്മൾ അറിയുന്ന ആൾക്കാർ പറയുകയാണത്രേ, അതിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ടാവുമല്ലോ, അമ്മ യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ എന്ത് വേണേ വാങ്ങിക്കാമല്ലോ അല്ലേ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ എടുക്കുന്നത് ആൾക്കാരുടെ നിന്ന്? നമുക്ക് അറിയാമല്ലോ, നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒന്ന് മോണിറ്റൈസേഷൻ ആയേ ഉള്ളൂ, നമുക്ക് വ്യൂസും ഇല്ല കാര്യങ്ങളില്ല ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു യൂട്യൂബിലുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾ ഭയങ്കര കായിക്കാരാണ് എന്ന രീതിയിൽ എന്നെ എൻ്റെ മക്കളെ പറയുന്നുണ്ട്. ഏട്ടനിപ്പോൾ വയ്യായിരുന്നല്ലോ, അപ്പോൾ കുറച്ച് ദിവസം ഞാൻ ലീവൊക്കെ എടുത്ത് വീട്ടിലിരുന്ന് അവരെ നോക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിലും കൂടെ കുറച്ച് പേരിങ്ങനെ പറയണ്ടായി, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പൈസ വരാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഇനിയിപ്പോൾ കെട്ടുവിനും പണിക്ക് പോകേണ്ട ആവശ്യമില്ല, വൈഫിനും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, സുഖമായില്ലേ, നമുക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ എങ്ങനെയും നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുകയാണ് ഞാൻ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ എത്ര ഉണ്ടാവും നോക്കാനായിട്ട്. നമ്മളതിനെ ഉണ്ടല്ലോ നേരിട്ടല്ലാണ്ടൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നില്ലേ, ഇനിയിപ്പോൾ എന്തിനാ ജോലിക്ക് പോകണേ, എന്തിനാ പണിക്ക് പോകണേ, ഇഷ്ടം പോലെ പൈസ അല്ലേ, അങ്ങനെയൊക്കെ പറയും. ആൾക്കാരൊക്കെ ഇടയിൽ വെച്ച് അങ്ങനെ പറയും. എന്നിട്ട് അതിന്റെ മേലെ അവരിടുന്ന ഒരു പുതപ്പാണ് എന്ത്
തമാശ, ഇതൊക്കെ ഒരു തമാശയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാവരും എല്ലാ കാര്യങ്ങളും തമാശയായി എടുത്തോണമെന്നുണ്ടാവില്ല. ചില സമയത്ത് നമുക്കത് കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു മാറിയോട്ടെ. എന്നാൽ തന്നെ ഒരുവിധം ഞാനിങ്ങനെ ഹാഷലായിട്ട് ആ രീതിക്ക് ഞാൻ തള്ളി വിടാറുണ്ട്. എൻ്റെ കാര്യം ഒരു കുഴപ്പമില്ല, എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞോട്ടെ, എങ്ങനെ പിടിച്ചു നിൽക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചിലപ്പോൾ വാതിലടച്ച് KPS എഴുതുന്ന പോലെ അയ്യോ എന്നോട് അവരങ്ങനെ പറഞ്ഞേ എന്നും പറഞ്ഞ് അലമുറയിട്ട് കരഞ്ഞാലും പുറത്തൊരാളങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാനും തിരിച്ചു മറുപടി പറയാനും നല്ല രീതിക്ക് എനിക്കറിയാം കേട്ടോ. പക്ഷെ എൻ്റെ ഉണ്ണികളുടെ അങ്ങനെ പറയുമ്പോഴത്തേക്കും അത് ഇത്ര ചെറുതായിട്ട് എനിക്ക് അറിയില്ലല്ലോ എന്താ പറയുക ഏതാ പറയുക. കൂട്ടുകാരൊക്കെ ഇടയിൽ നിന്ന് അങ്ങനെ പറയുമ്പോഴേ ഇപ്പൊ ദയവ് ചെയ്ത് എൻ്റെ ഉണ്ണികളുടെ അങ്ങനെ ഒന്നും പറയരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ അറിയാം, അതിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാം. എന്നെയോ ഏട്ടനെയോ വഴിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് പറയാലോ. ഇന്നാളൊരു ദിവസം എൻ്റെ ഏട്ടൻ ട്രിപ്പ് ഇറക്കുന്ന സമയമായിരുന്നു അത്ര. ഇപ്പൊ റോഡിൽ കൂടെ ഇങ്ങനെ ഒരു ബൈക്ക് പോയിട്ട് അതിൽ പെട്ടെന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കിയത്ര കേട്ടോ. അപ്പൊ ഏട്ടൻ ആരപ്പം ഇത് എന്ന് വിചാരിച്ച ഏട്ടനൊന്നും നിന്നത്ര. അപ്പൊ ഏട്ടൻ ഇൻസ്റ്റാഗ്രാമിലുള്ള എന്തായിട്ടാ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യും, നിങ്ങൾ ഒട്ടും ചെയ്യുന്നില്ല, ആ രീതിക്കൊക്കെ ഇങ്ങനെ ഇവിടെ റീൽസ് ഒന്നും നന്നല്ല, ആ രീതിക്കൊക്കെ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞത്രേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വഴിയിൽ നിൽക്കുന്ന നമ്മളെ തടഞ്ഞു നിർത്തി നിങ്ങളുടെ വീഡിയോസ് നന്നല്ല എന്ന് പറയുമ്പോൾ നമുക്ക് നന്നല്ലെങ്കിൽ കാണണ്ട എന്ന രീതിയിൽ റിയാക്ട് ചെയ്യാം. പക്ഷെ നമുക്കറിയാലോ ചിലരങ്ങനെ പറയുമ്പോൾ അപ്പൊ ഏട്ടൻ ആയിക്കോട്ടെ നോക്കാം അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞാൽ അതവിടെ വിട്ടു. മുതിർന്ന ആൾക്കാരാകുമ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് ഏത് രീതിയിൽ ബിഹേവ് ചെയ്താലും തിരിച്ചെങ്ങനെ നിൽക്കണം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കുഞ്ഞ് മക്കളാകുമ്പോൾ അവർക്കത് അറിയില്ല, തിരിച്ചെന്ത് പെട്ടെന്ന് പറയാം. എന്നാൽ തന്നെ ആദ്യക്കാളും വെച്ചാണ് എൻ്റെ അച്ചൂട്ടൻ ടപ്പേന്ന് മറുപടിയൊക്കെ കൊടുക്കുന്ന ആളാണ്. പക്ഷെ ഞാനാ പറയാറ് അങ്ങനെ മറുപടി കൊടുക്കരുത് കുഞ്ഞാ, എന്താ വെച്ചാൽ നമ്മള് നാക്ക് വിട്ട വാക്ക് പോയാൽ അത് തിരിച്ചു കിട്ടൂല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെയല്ല വേറൊരു രീതിക്ക്. അപ്പൊ ഞാൻ അങ്ങനെ പറയാറാണ് അവൻ്റെ അടുത്ത്. അവൻ കുറെയൊക്കെ തറുതല വിത്താണ് അല്ലേ. അതെ, അവന് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ആരും പറയുന്നേയും ഇതാക്കുന്നേന്നും. അവൻ പറയും അമ്മേന്റെ കൂട്ടുകാരൊക്കെ ഉണ്ണിയോളെ എന്താ ഉണ്ണി പറയുന്നേ, എന്തോ ചെക്കന്മാര് പറയുന്നു പറഞ്ഞില്ലേ ഏട്ടാ വരുമ്പോ എനിക്ക് മഞ്ച് കൊണ്ടു തരണേന്നോ, എനിക്കും വേണം മഞ്ച്. ഞാൻ കുഞ്ഞ് ഷോർട്സ് ഒക്കെ ചെയ്യുമ്പോ പറയില്ല എനിക്ക് മഞ്ച് ഇഷ്ടമാണ്, അപ്പൊ അത് വരുമ്പോ കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊക്കെ വ്ളോഗിൽ എനിക്ക് എന്റെ അമ്മയ്ക്ക് മഞ്ച് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് കളിയാക്കത്തെ. എപ്പോഴും ഇവരെ കാണുമ്പോ എനിക്ക് എന്റെ അമ്മയ്ക്ക് മഞ്ച് ഇഷ്ടമാണ്, ഈ മഞ്ച് ഇഷ്ടമാണ്. അപ്പൊ അവൻ ചിരിക്കുന്നത് ആയിക്കോട്ടെ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലെവലിൽ വിടും. അപ്പൊ അവനും അറിയാം കൂട്ടുകാരെന്തെങ്കിലുമൊക്കെ നമ്മളെ കളിയാക്കുമ്പോഴത്തേക്കും പിടിച്ചു നിൽക്കാനുള്ള കഴിവൊക്കെ എന്റെ ഉണ്ണിക്കുണ്ട് കേട്ടോ. പക്ഷെ മുതിർന്ന ആൾക്കാർ വന്നിട്ടാണ് ഉണ്ണിയടുത്ത് മാതിരി വർത്താനം പറഞ്ഞത്. അപ്പൊ എനിക്കത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് ഞാൻ അയ്യോ വയലന്റ് ആവരുത്. എന്റെ ഉണ്ണിയുടെ കയ്യൊക്കെ ധരിക്കുകയാണ് അത്രേ മിഠായി എടുക്കാൻ വേണ്ടിട്ട് കേട്ടോ. അങ്ങനെ പറയാൻ പാടില്ല. ഈ വലിയ ഒരാൾ തല്ലുവോ? അപ്പൊ അച്ചുട്ടൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. അച്ചുട്ടന് സങ്കടം വന്നിട്ടാണ്. അപ്പൊ അച്ചുട്ടൻ എന്റെ അടുത്ത് വന്നിട്ട് അവന്റെ സങ്കടമൊക്കെ പറഞ്ഞു. അപ്പൊ അച്ചുട്ടന് പോകാനായി അച്ചുട്ടന്റെ കൂട്ടുകാരൻ വന്നു നോക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടും അവരിത് കണ്ടിട്ട് നമ്മുടെ ചാനലൊന്ന് നന്നാവട്ടെ, നമ്മളൊന്ന് നേരെയാവട്ടെ എന്ന് കരുതിയിട്ടല്ലെങ്കിലും കുറച്ച് പേരുമുണ്ട് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, ഇമാതിരി കുറച്ച് പേര്. അപ്പൊ അവരിത് കാണുമല്ലോ. കാണുന്നവര് ചോറ് തിന്നുന്നവരാണെങ്കിൽ അവർക്ക് അന്തം വെക്കും, മനസ്സിലാവും ആരൊക്കെയാണ് ഇത് പറഞ്ഞവർക്ക് മനസ്സിലാവും. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടില്ലെങ്കിലും ഇനി പറയാതിരിക്കാനെങ്കിലും അവർ ശ്രമിച്ചോളും. ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. ഇപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.